കൊടുങ്ങല്ലൂരിൽ ബലിതർപ്പണ സ്ഥലത്ത് വിഷപ്പാമ്പ് കടപ്പുറത്ത് ചടങ്ങുകൾ നടക്കുന്നതിനിടയിലാണ് 3 അടിയോളം നീളമുള്ള അണലിയെ കണ്ടത്. നാട്ടുകാരും പോലീസും വിവരം അറിയിച്ചതിനെ തുടർന്ന് സ്നേക് റെസ്ക്യൂവർ സജ്ന മതിലകം എത്തി പാമ്പിനെ പിടികൂടി. ലെവിൻ കെ വിജയൻ ചേരുന്നുണ്ട്. ലെവിൻ, അത്രയധികം മനുഷ്യർ പിതൃസ്മരണയിൽ എത്തുന്ന ഇടമാണ്, അവിടെയാണ് പാമ്പിനെ കണ്ടെത്തിയത്. എപ്പോഴായിരുന്നു സംഭവം? അതിനെ പിടികൂടാൻ കഴിഞ്ഞിട്ടുണ്ടോ? വിശദാംശങ്ങൾ. അഖില, ഇന്ന് രാവിലെയാണ് പാമ്പിനെ കണ്ടെത്തുന്നതും പിടികൂടുന്നതും. നാട്ടുകാരടക്കം പ്രദേശവാസികളടക്കം വിവിധ സ്ഥലങ്ങളിൽ നിന്നെത്തിയ ആയിരക്കണക്കിന് ആളുകൾ ബലിതർപ്പണ ചടങ്ങ് നടത്തുന്ന സ്ഥലമാണ് കൊടുങ്ങല്ലൂർ വാക്കടപ്പുറം. അവിടെ ഒരു മത്സ്യബന്ധന വലയിൽ കുടുങ്ങിയ നിലയിലായിരുന്നു പാമ്പിനെ കണ്ടെത്തിയത്. ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ നമുക്കറിയാം, പ്രത്യേകിച്ച് പോലീസ് ഡ്യൂട്ടി ഉണ്ടാകും, അതോടൊപ്പം തന്നെ ഫയർഫോഴ്സ്, സന്നദ്ധ സംഘടനകളുടെയൊക്കെ ഡ്യൂട്ടികളൊക്കെ ഉണ്ടാകുന്ന സ്ഥലമാണ്. അവിടെ പരിശോധനകളും മറ്റും നടത്തുന്ന സ്ഥലമാണ്. പക്ഷേ ആരുടെയും കുറ്റമല്ല എങ്കിൽ പോലും അവിടെ ഒരു പാമ്പ് വലയിൽ കുടുങ്ങിയ നിലയിൽ കാണപ്പെടുകയായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പരിശോധനകളും മറ്റു സജ്ജീകരണങ്ങളും ഒക്കെ നടത്തിയിരുന്നെങ്കിലും ഈ പാമ്പിനെ അന്ന് കണ്ടെത്താനായില്ല. ഇന്ന് പക്ഷേ ചടങ്ങുകളൊക്കെ ആരംഭിച്ച് പലരും ബലിതർപ്പണം പൂർത്തിയാക്കി മടങ്ങുകയും ബാക്കിയുള്ളവരൊക്കെ കർമ്മങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ പാമ്പിനെ കാണുന്നത്. ഏതായാലും 3 അടിയോളം നീളമുള്ള വലിയ പാമ്പാണ്, ഉഗ്രവിഷമുള്ള പാമ്പാണ് അണലി എന്നുള്ള കാര്യം നമുക്കറിയാം. പക്ഷേ ആർക്കും ആ പാമ്പിനെ കൊണ്ട് ഉപദ്രവമൊന്നും ഉണ്ടായില്ല. കൃത്യസമയത്തിനെ അതിനെ കണ്ടെത്താനും പിന്നീട് നാട്ടുകാരും റെസ്ക്യൂവറും ഒക്കെ എത്തി അതിനെ പിടികൂടാനും കഴിഞ്ഞിട്ടുണ്ട്. വനംവകുപ്പിൻ്റെ തന്നെ സ്നേക്ക് റെസ്ക്യൂവർ ആയിട്ടുള്ള സജ്ന മതിലകം എന്നുള്ള യുവതിയാണ് പാമ്പിനെ ധൈര്യപൂർവ്വം പിടികൂടിയത്. പിന്നീട് ഈ സ്ഥലത്തു നിന്നും പാമ്പിനെ മാറ്റുകയും ബലിതർപ്പണ ചടങ്ങുകളൊക്കെ ഭംഗിയായി തന്നെ പൂർത്തീകരിക്കുകയും ചെയ്തു. അഖില, കൊടുങ്ങല്ലൂർ ബലിതർപ്പണ ഇടത്താണ് പാമ്പിനെ കണ്ടെത്തിയത്. പാമ്പിനെ പിടികൂടിയിട്ടുണ്ട്.